ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് നിങ്ങൾക്ക് അറിയിക്കും. നമ്മുടെ HDFC ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ ടാറ്റ ന്യൂവിന്റെ HDFC ക്രെഡിറ്റ് കാർഡ് 2 വേരിയന്റ് കുറേ കാലം മുമ്പ് ഇറക്കിയിരുന്നു. നല്ല ഹിറ്റായ സാധനമാണ്. നമ്മൾ 2 മില്യൺ കാർഡുകളൊക്കെ സാധനം ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. നമ്മളതിന് അൺബോക്സിംഗ് കാർഡൊക്കെ ചെയ്താണ്. എൻ്റെ ടാറ്റ ന്യൂ പ്ലസ് കാർഡാണ് ഉള്ളത്. 2 കാർഡുണ്ട്, പ്ലസ് ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ നമ്മുടെ രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയാൻ പറ്റില്ല. ടാറ്റ ന്യൂ കാർഡ് നെക്സ്റ്റ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ SBI കാർഡ്സ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ടാറ്റ ന്യൂ SBI പ്ലസ് കാർഡും അതുപോലെ തന്നെ ഇൻഫിനിറ്റി കാർഡും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HDFC കാർഡാണോ നല്ലത്, അതെ അല്ലെങ്കിൽ പ്ലസ് കാർഡാണോ നല്ലത്, അല്ലെങ്കിൽ എന്താ പറയുക SBI കാർഡാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വഴിയേ പറയാം. അപ്പോൾ നിങ്ങൾ ഏത് അപ്ലൈ ചെയ്യണം നോക്കിയിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസും ഫീസുകളും അതുപോലെ തന്നെ അതിൻ്റെ റിവാർഡ് പോയിന്റ്സും നമ്മുടെ എയർപോർട്ട് ലോഞ്ചസും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അതായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കാണാനൊക്കെ കിട്ടും കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ എവിടെ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പേജ് പോലെ അടിച്ചാൽ മതി, താഴെ നോക്കിയാൽ മതിട്ടാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിതിൽ 2 വേരിയന്റ് വരുന്നുണ്ട്. ടാറ്റ ന്യൂ ഇൻഫിനിറ്റി SBI കാർഡും ടാറ്റ ന്യൂ പ്ലസ് SBI കാർഡും. അപ്പോൾ ഇൻഫിനിറ്റി കാർഡിൽ നമുക്ക് ടാറ്റ ന്യൂവിൻ്റെയും HDFCൻ്റെയും SBIയുടെയും നമ്മളുടെ ഡിഫറൻസ് മെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് HDFC കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ ആയിരുന്നു. പക്ഷേ ഈ SBI കാർഡായിപ്പോൾ അതിൽ നമുക്ക് സ്പെൻഡ് ബേസ്ഡ് ആണ് നമുക്ക് ഫ്രീ എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നത്. അതായത് നിങ്ങൾ പ്രീവിയസ് ക്വാർട്ടറിൽ 75,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് SBI കാർഡ് വേരിയന്റിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുള്ളൂ കേട്ടോ. ജോയിനിങ് ആനുവൽ ഫീസ് വരുന്നത് 1499 രൂപ പ്ലസ് GST എന്ന ടാക്സ് തന്നെയാണ്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 1499 രൂപ ന്യൂ കോയിൻസ് വിൽ ബി പ്രൊവൈഡഡ് ആണ്. 5% വാല്യൂ ബാക്ക് ആസ് ന്യൂ കോയിൻ ഓൺ പർച്ചേസ് മെയ്ഡ് ത്രൂ ടാറ്റ ന്യൂ ആപ്പ് ആൻഡ് പാർട്ണർ. അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ലോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത്. 1.99% മാത്രമേ വരുന്നുള്ളൂ നമുക്ക് പുറത്തൊക്കെ പോയി യൂസ് ചെയ്യുമ്പോൾ കാർഡ്. പിന്നെ ആനുവൽ ഫീസ് വേ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആനുവലി 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇനി പ്ലസ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 499 രൂപ പ്ലസ് GST ആണ് നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 499 രൂപ ന്യൂ കോയിൻസ് ആണ് കിട്ടുക. 4 കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രീവിയസ് ക്വാർട്ടറിൽ 50,000 സ്പെൻഡ് ചെയ്യണം. മറ്റേലാകുമ്പോൾ നമുക്ക് 70,000 സ്പെൻഡ് ചെയ്യണം ഇൻഫിനിറ്റിയിൽ കേട്ടോ. പിന്നെ നമുക്ക് 1 lakh rupees ആണ് നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആനുവൽ ഫീസ് വേ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ ന്യൂ SBI കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാറ്റ ന്യൂ കാർഡ് വേരിയന്റിൽ ഏറ്റവും നല്ലത് നമ്മുടെ HDFC കാർഡ് വേരിയന്റ് തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ SBIയിൽ ഡൗൺഗ്രേഡ് ആണ്. അപ്പോൾ HDFC വേരിയന്റ് തന്നെയാണ് നല്ലത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ടാറ്റ ന്യൂ നമ്മുടെ ആപ്പിൽ ടാറ്റയുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കോയിൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു SBI കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ കാർഡ് സുഖമായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം SBIയുടെ കാർഡ് HDFCയുടെ കാർഡുകൾ കിട്ടാൻ നമ്മുടെ SBI കാർഡ് കിട്ടാനും കുറച്ച് പണിയാണ് ഇപ്പോൾ. ഞാൻ എന്തായാലും ഈ 2-3 കാർഡുകളുടെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക, കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടുക. എല്ലാം നമ്മുടെ ലിങ്കുകളെല്ലാം നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് ബേസ്ഡ് സെറ്റ് ബേസ്ഡ് ലിങ്കുകൾ തന്നെയാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ലിങ്കുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാൻസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ശരി, അടുത്ത വീഡിയോ കാണാം.